ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടിയിട്ട് മലയാറ്റൂർക്ക് പോകാൻ കുറേ പ്ലാൻ ചെയ്യണം. അങ്ങനെ മലയാറ്റൂർക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ പാലക്കാട് നിന്ന് ട്രെയിൻ കയറി, ബാക്കി ഇവരൊക്കെ തൃശ്ശൂരാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കസിൻസ് പിള്ളേരൊക്കെ കൂട്ടിയിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ട്രെയിൻ കയറി പാലക്കാട് നിന്ന് തൃശ്ശൂർ എത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ സ്റ്റോപ്പിൽ നിന്ന് അവർ കയറും. അങ്ങനെ അവരിപ്പോൾ ഇവിടെ നിന്ന് കയറും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ട്രെയിൻ കയറി. ഇവരാണ് കസിൻസ് പിള്ളേർ. അങ്ങനെ എല്ലാവരും ട്രെയിൻ കയറിയിട്ടാണ് കാണുന്നവരാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ അങ്കമാലിയിൽ ട്രെയിൻ ഇറങ്ങി. ഇനി ബസ് കയറിയിട്ട് വേണം മലയാറ്റൂർ അടിവാരത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്കമാലി സ്റ്റോപ്പിലിറങ്ങി. ഇനി ബസ് കയറണം. ബസ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി പിന്നെ ഡ്രൈവർ ചേട്ടനായിട്ട് കമ്പനിയൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബസ് താഴത്തെ അടിവാരത്തിലേക്ക് എത്തി. അവിടെ എത്തിയത് തന്നെ കുറേ ചേച്ചിമാരിങ്ങനെ മെഴുകുതിരിയൊക്കെ വയ്ക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കെട്ട് മെഴുകുതിരിക്ക് 50 രൂപയാണ്. അതായത് ഇങ്ങനെ 14 സ്ഥലങ്ങളിൽ ഓരോ പ്രാർത്ഥനയിലും മെഴുകുതിരി കത്തിച്ച് പോകാമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു. 50 രൂപയാണ് ഒരു കെട്ട് മെഴുകുതിരിക്ക് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അടിവാരത്തു നിന്ന് തന്നെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ വയറൊക്കെ നിറച്ച് അടിപൊളിയായിട്ടാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നല്ല കഞ്ഞിയായിരുന്നു. നല്ല അടിപൊളി പപ്പടവും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ. ഇവിടെ അടിഭാഗം തുടങ്ങണത് കുരിശിൻ്റെ വഴിയുടെ ചെറിയൊരു കപ്പേളയുണ്ട്. അവിടെ തുടങ്ങണം. ഇവിടെ നിന്നാണ് എല്ലാവരും തുടങ്ങുന്നത്. ഇവിടെ എല്ലാവരും മെഴുകുതിരി കത്തിച്ചിട്ടാണ് മുകളിലേക്ക് പോണത് കേട്ടോ. അങ്ങനെ അടിഭാഗത്തു നിന്ന് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടാ. ഇനിയുള്ള വഴികൾ ഭയങ്കര ടാസ്ക് കേട്ടോ. അത് കണ്ടില്ലേ, ഇതേപോലത്തെ ഫുള്ള് കല്ലും കട്ടയും കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു 2 കിലോമീറ്ററോളം മുകളിലേക്ക് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഏകദേശം ഇങ്ങനെ ഫുള്ള് എല്ലാ വഴി ഇതേപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ മുകളിലേക്ക് എത്തിയിട്ട് കാണാം. കുറേ പേരൊക്കെ പോയി തിരിച്ച് വന്നു തുടങ്ങിട്ടാ. അല്ലല്ല, ചെറുതായിട്ട് ചെറിയ ഇത് തുടങ്ങിയിട്ടുള്ളൂ. കാണിക്കണെങ്കിൽ തിരിച്ചുകൊണ്ടിരുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചേട്ടൻ ദൈവജന കേൾക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലല്ലേ? അതെ. ചേട്ടൻ നമ്പർ തിരിച്ചാൽ വിളിച്ചോട്ടെ. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു ടീമിനെ കണ്ടതാട്ടാ. ഒരു ദൈവജനം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഇതാണ്. ഇതാണ് അവരുടെ ഇത് കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് അവർ വിളിച്ച് ധ്യാനം കാര്യങ്ങളൊക്കെ കേട്ടതാണ്. അവരുടെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടീമിനെ കണ്ടുകൂട്ടാ. ബാക്കി എല്ലാവരും കയറി തുടങ്ങി വീണ്ടും മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുക കേട്ടോ. കുറേ പേര് ഇത് പോയി തിരിച്ചു വരുന്നവർ അപ്പുറത്തെ റൂട്ടിൽ കൂടെയും വരുന്നുണ്ട്, ഇപ്പുറത്തെ റൂട്ടിൽ കൂടെയും വരുന്നുണ്ട്. എല്ലാവരും ടയർഡാട്ടാ. ഇതൊക്കെ കണ്ടില്ലേ, ഓരോ കല്ലിൻ്റെ ഒക്കെ വലിപ്പം കണ്ട. ഓരോരുത്തർ വടിയൊക്കെ കുത്തിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. കുറേ പേര് അവിടെ ടയർഡായി. അതേപോലെ തന്നെ അപ്പുറത്തും കുറേ പേര് ഇറങ്ങി പോകുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ കയറട്ടാ. നല്ല ടാസ്ക് തന്നെയാണ്. ഞങ്ങളത് കയറണം. കണ്ടില്ലേ, തുടങ്ങിയിട്ടുള്ളൂ. വൺ ടാസ്ക് തന്നെയാണ്. കൂടെ വന്നവരൊക്കെ ടയർഡായി. അവരൊക്കെ അവിടെ കയറ്റി കിടക്കുന്നു. ടാസ്ക് തന്നെയാണ്. കയറി പോണം. അങ്ങനെ താഴ്ത്തുനിന്ന് നടന്ന് വന്നിട്ട് 1-ാം സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് 1-ാം സ്ഥലം. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരി കത്തിച്ച് പോകും. മെഴുകുതിരി കത്തിയിട്ട് 1-ാം സ്ഥലമെത്തി. നമ്മളത് ഇവിടെ മെഴുകുതിരി കത്തിച്ചു. ഇനി ഇവിടെ ഓരോ രഹസ്യങ്ങൾ ചെല്ലും. ഇതേപോലെ 14 സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കാണുന്നത് ഓരോ 14 സ്ഥലങ്ങളാണ്. തുറന്ന് ഇതേപോലെ ഓരോരുത്തർ അങ്ങനെ രഹസ്യങ്ങളൊക്കെ ചെല്ലും, പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ ചെല്ലുകൊണ്ടിരിക്കും.
ഏഴാം സ്ഥലം എത്തിയിട്ടാ. അങ്ങനെ വന്ന് ഞങ്ങൾ 14-ാം സ്ഥലം എത്തിയിട്ടാ. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ വേഗം കയറിപ്പോയി. അങ്ങനെ 14-ാമത്തെ സ്ഥലമെത്തി. ഇത് കണ്ടില്ലേ, എന്നാണ് 14-ാം സ്ഥലം കേട്ടോ. അവിടെ 14-ാം സ്ഥലത്ത് ഒരു രഹസ്യം കൂടെ ചെല്ലണം. ആ രഹസ്യം ചെല്ലി കഴിഞ്ഞിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് കയറി പോകണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ കുമ്പസാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. കുമ്പസാരിക്കാനൊക്കെ ആയിട്ടുള്ളവർക്ക് ഇവിടെ വന്ന് കുമ്പസാരിക്കാം. ഇപ്പോൾ ഉള്ളിലെ ആൾക്കാർ കുമ്പസാരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേപോലെയൊക്കെ ഇരുന്നിട്ട് കുമ്പസാരിക്കാം. പിന്നെ അതേപോലെ അവിടെ സ്റ്റാള്, ക്യാൻറ്റീന് കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. നേരെ വരുമ്പോൾ ആ ഭാഗത്തായിട്ട് കാണാം. എൻ്റെ ചുറ്റും കാണുന്നതാണ് സന്നിധി എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് കുർബാനയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിലായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുർബാനയ്ക്ക് ഇരിക്കും. അതായത് ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കുമ്പസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുരിശും മോതിരം കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ ഒരു അച്ഛനായിരിക്കും കേട്ടോ. അച്ഛൻ്റെ പേരെന്താ വെച്ചാ? അരുൺ. അച്ഛനല്ല, ബ്രദറാ. അരുണല്ലേ പേര്? ആ ഓക്കെ. ഇവിടെ ഇഷ്ടംപോലെ അങ്ങനെ കൊന്തയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ തന്നെ ഒരു ആന കുത്തിയ പള്ളി കാണാം കേട്ടോ നമുക്ക്. അതായത് പണ്ട് ഇവിടെ ഈ പള്ളി ഉണ്ടായിരുന്നു. ഈ പള്ളിക്ക് അപ്പോൾ ആന വന്ന് കുത്തിയതാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗം ആന കുത്തിയതാണ്. അങ്ങനെ ഫുള്ളായിട്ട് വായിക്കണവർക്കുള്ളത് ഇതിവിടെ വായിക്കാം. ആന കുത്തിയ പള്ളി എന്നാണ് അതിനെ പറയണത്. ഇത് കണ്ടില്ലേ, ഈ പള്ളിയുടെ ബാക്ക് സൈഡ് ആയിട്ട് ഇത് കണ്ടില്ലേ, കാണുന്ന ഭാഗത്തായിട്ട് ആന വന്ന് കുത്തിയതാ. എന്നിട്ടും വീണിട്ടില്ല, അങ്ങനെയാണ് പറയണത്. ഈ ഒരു ഗ്ലാസ് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ തൊടാനൊന്നും പറ്റില്ല. ഫുള്ള് ഗ്ലാസ് ഇട്ട് വെച്ചിട്ട് അതേ കണ്ടില്ലേ, ഈ ഭാഗമാണ് ആന കുത്തിയ പള്ളി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കിണറൊക്കെ കാണാം. ഇതാണ് പള്ളി. പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ നമുക്ക്. ഒരു ആന കുത്തിയ പള്ളിയാണ്. ആന കുത്തിയിട്ടും അതൊരു പള്ളിയാണ്. ഇതാണ്ടാ പള്ളി. ഇവിടെ പറഞ്ഞ പോലെ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിൻ്റെ പേര് ഇവിടെ ഒരു വേറൊരു പള്ളിയുണ്ട് കേട്ടോ. അങ്ങനെ ആന കുത്തിയ പള്ളി അവിടെ. അതിൻ്റെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അതായത് തോമസ് ലീഹ എന്തായിട്ടാടാ തോമസ് ലീഹ ഇവിടെ വടി കൊണ്ട് കുത്തി, പണ്ട് വടി കൊണ്ട് കുത്തിയിട്ട് ഇവിടെ കിണറായി. അപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം കാര്യങ്ങളൊക്കെ ആയതാട്ടോ. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇതേണ്ട ഇവിടുന്ന് ആൾക്കാർ വെള്ളമൊക്കെ കോരും. വെള്ളം ഫുള്ളാണ്ടാവും. അതായത് ഇത്രയും വലിയ മലമുകളിൽ ഇതേപോലെ ഒരു കിണറ്, അതിൽ ഫുള്ള് വെള്ളം ഉണ്ടാവും. കണ്ടില്ലേ, നല്ല ശുദ്ധമായ വെള്ളമാണ്. ആ കിണർ കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു പള്ളി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, വലിയൊരു പള്ളി കേട്ടോ. പണ്ടുള്ള പള്ളിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുർബാനയും കാര്യങ്ങളും അതേപോലെ നടക്കുന്നു. ഫുൾ ഭാഗമാണ്. ഇവിടെ ആൾക്കാർ പ്രാർത്ഥന എത്തിക്കാട്ടോ. ഭയങ്കര സൈലൻ്റാണ്. നമ്മളങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയില്ല. പിന്നെ അതെ ഇവിടെ വലിയൊരു കുരിശുണ്ട്. ആണ് ഇവിടുത്തെ കറക്റ്റ് എനിക്ക് പറയാനായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ചിലർക്ക് അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതവിടെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തോമസ് ലീഹ പണ്ട് ഇവിടേക്ക് വന്നപ്പോൾ കാലടയാളം അവിടെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലടയാളമാണ് അവിടെ. അതിപ്പോൾ അത് ഫുള്ള് ഗ്ലാസ് ഇട്ട് മൂടി, അതും നമുക്ക് അടുത്തേക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടും കൂടി ഒന്ന് കാണിച്ചു കേട്ടോ.
ഇവിടെ ഒരു കൊടിമരം ഉണ്ട്, വലിയൊരു കൊടിമരം. അതുകൊണ്ട് ഇതൊക്കെ പഴയ പള്ളികളാണ് കേട്ടോ. ഇതൊക്കെ എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെയാണ് കേട്ടോ കാലടയാളം ഉള്ളത്. തോമാസ് ലീഹായുടെ കാലടയാളം ഉള്ളത് ഈ ഒരു ഏരിയയിലാട്ടോ. ഇതാ കാണുന്നതാണ് കേട്ടോ കാലടയാളം. അത് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. ഗ്ലാസ് ഇട്ട് വെച്ചേക്കട്ടോ. അറിയാവുന്നവരൊക്കെ എന്താണെന്ന് ഈ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ സംഭവം എന്നുള്ളത് ഫുള്ളായിട്ട് എനിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കട്ടോ ഈ ഒരു ഭാഗം. പിന്നെ അതേ അറ്റത്തായിട്ട് നമ്മുടെ കൊച്ചി എയർപോർട്ട് കാര്യങ്ങളൊക്കെ കാണാം. വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ഭാഗത്തായിട്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ വരും. ഞങ്ങളുടെ ഒപ്പം കുറേ നേരമായിട്ട് ഉള്ള ഒരാളാട്ടാ. ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. ബിസ്ക്കറ്റ് ഒന്നും തിന്നണില്ല. ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആള്. ഗൈസ് അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ മലയൊക്കെ കയറി തിരിച്ചിറങ്ങി. അതായത് ഇന്നലെ കയറി, ഇന്നലെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്ന് തിരിച്ചെത്തിട്ടാ, കാലത്ത് പുലർച്ചയ്ക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇനി പോകാനുള്ള ബസ് ഇത് അവിടെ കിടക്കുന്നുണ്ട്. ബസ്സിൽ പാട്ട് വെച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ബസ് എടുക്കാറായി. ഇനിയിപ്പോൾ നേരെ കയറട്ടെ കേട്ടോ. അപ്പോൾ കാണാം.